നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ വിലാപങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങി ദിഗന്ധങ്ങളെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സോണിയാഗാന്ധിയുടെ വിലാപമാകട്ടെ, പ്രിയങ്ക ഗാന്ധിയുടെ വിലാപമാകട്ടെ, സാധാരണ ജിഹാദികളുടെ വിലാപമാകട്ടെ. അപ്പോൾ ഈ വിലാപങ്ങളെല്ലാം കൂടി ഇങ്ങനെ എട്ട് ദിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വിലാപങ്ങളാണ്. കാരണം ഇറാനിലുള്ള ജനങ്ങൾക്ക് പോലും അയത്തുള്ള ഖംനേയി മരിച്ചതിൽ ഇത്രയും വിഷമമില്ല. തന്നെയുമല്ല, അതിലൊരു ഒരു വിഭാഗം ജനങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ദുഷ്ടൻ മരിച്ചു പോയല്ലോ എന്നുള്ള കാര്യത്തിൽ. ഭാരതത്തിലേക്ക് വരാം. സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മൊത്തം വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരീ ഖംനേയി അല്ല ആരാണെങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി ഒരു വോട്ട് ബാങ്കിനെ സ്വാധീനിച്ച് അവർക്കൊരു 10 വോട്ട് കൂടുതൽ പിടിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള വ്യാജ ഗാന്ധിമാർ, അത് പ്രിയങ്കയാവട്ടെ അല്ലെങ്കിൽ രാഹുലാവട്ടെ, അവരെ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിച്ചാൽ അവർ ഹമാസിനെയോ അല്ലെങ്കിൽ ഇറാനെയോ എന്തിന് ഗുണമുണ്ടെന്ന് കണ്ടാൽ ഐസിസിനെയോ അൽഖ്വയ്ദയോ പോലും പിന്താങ്ങി പ്രസ്താവനകൾ ഇറക്കും എന്നുള്ള ഒരവസ്ഥയിലാണ് അവരെത്തി നിൽക്കുന്നത്. അതിലവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഗതികെട്ടൊരവസ്ഥയാണത്. ഗതികെട്ടൊരവസ്ഥയിൽ പക്ഷേ ഭാരതം നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാരെ കൊണ്ട് അവരുടെ പ്രസ്താവനകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തെരുവിലിറങ്ങുന്ന ജിഹാദികളുണ്ടല്ലോ, അവരുടെ വിലാപത്തിന് ശക്തി കൂടുകയും അവർ ചിലപ്പോഴൊക്കെ അക്രമ പ്രവർത്തനങ്ങൾക്ക് മുതിരുകയും അതിൻ്റെ തത്ഫലമായി യു പിയിലൊക്കെ കിട്ടിയതുപോലെ പോലീസ് ഓടിച്ചിട്ടടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടാകും. കാരണം നാട്ടിൽ പലയിടത്തും അല്പസ്വല്പം അശാന്തിയൊക്കെ വിതയ്ക്കപ്പെടും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തൽക്കാലം വ്യാജഗാന്ധി കുടുംബത്തിനെ നമുക്ക് വിടാം. കാരണം അവിടെ പ്രിയങ്ക ഗാന്ധി ഈ പല നിറത്തിലുള്ള ബാഗുകളും ഒക്കെ തൂക്കി, വത്തക്കയും ചക്കപ്പഴവും മാങ്ങയും തേങ്ങയും ഈന്തപ്പഴവും ഒക്കെ നിറഞ്ഞ ബാഗുകളും ഒക്കെ തൂക്കി പാർലമെൻറ്റിൽ കയറി ഇറങ്ങി നടക്കട്ടെ, വ്യാജഗാന്ധിമാർ അലമുറയിട്ട് നടക്കട്ടെ. പക്ഷേ ഈ ജിഹാദികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. പ്രത്യേകിച്ച് കേരളത്തിലെ ജിഹാദികളുടെ കാര്യത്തിൽ. അതും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ അലമുറകളുടെ കാര്യം ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അലമുറകളുടെ ഒരു രീതി ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, അതിലാദ്യത്തേത്, ഖമേനി ബങ്കറിൽ ഒളിച്ചില്ല, ഖമേനി നാട് വിട്ടു പോകാൻ റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല. ഖമേനി എന്നാണ് വരുന്നത്, ഖംനേയി. എന്താണെങ്കിലും ഈ ഇപ്പോൾ മരിച്ച ഇറാൻ്റെ പരമോന്നത നേതാവ്, ഇത് ഖമേനി, വത്തക്ക, ഇതൊക്കെ നാവിൽ വരുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ചയില്ല ദാവൂദിനൊക്കെ ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് അവർ എഴുതി കാണിക്കും. നമുക്കത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഖംനേയി മരിച്ച്, അതുകൊണ്ട് ധീരമായി മരിച്ചതാണ്, രക്തസാക്ഷിത്വം വരിച്ചതാണ്. രക്തസാക്ഷിത്വം എന്ന് പോലുമല്ല, അവർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്തോ ഷഹീദോ അങ്ങനെ എന്തോ ആയതാണ്, ഹൊറിഫൈഡ് ആയതാണെന്ന് എല്ലാം കൂടി രത്ന ചുരുക്കത്തിൽ പറയാം. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യന് ഒന്ന് അനങ്ങുവാനുള്ള സമയം പോലും ഇസ്രായേലും US കൊടുത്തില്ല എന്നുള്ളതായിരുന്നു സത്യം. കാരണം ഈ എലിയെ കാണിച്ച് പുലിയെ പിന്നിലൂടെ വിടുക എന്ന് പറയുന്നത് പോലെ കടൽ മുഴുവൻ US പടക്കപ്പലുകൾ നിരത്തി US വിവിധ യുദ്ധവിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങി US ഇപ്പോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന ഇറാൻ്റെ നെഞ്ചത്ത് തന്നെ യുദ്ധം തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ പരമോന്നത നേതാവിനെയും അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും എല്ലാം ഒറ്റയടിക്ക് ഹോറിഫൈഡ് ആക്കുക എന്നുള്ളൊരു യുദ്ധതന്ത്രം ഇസ്രായേൽ എടുത്തത് കൊണ്ടാണ് ബങ്കറിലേക്ക് പോകുവാൻ അദ്ദേഹത്തിന് സമയം കിട്ടാത്തത്. അല്ലാതെ അദ്ദേഹം ബങ്കറിലേക്ക് പോകുവാൻ തയ്യാറായില്ല എന്നുള്ളതല്ല. പിന്നെ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുവാനുള്ള, നിങ്ങൾ എന്നെ നാട് കടത്തിയാൽ ഹിജട, ജയിലിലിട്ടാൽ തരികിട, അല്ലെങ്കിൽ തക്കിട, ഇല്ലെങ്കിൽ മക്കിട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ എക്സിലെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. രാജ്യം വിട്ട് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇയാളുടെ കാര്യം പുറത്ത് വെച്ച് തന്നെ പുകയാക്കുമെന്നുള്ള തരത്തിൽ മൊസാദ് നിൽക്കുമ്പോൾ ഇയാൾ എങ്ങോട്ടേക്ക് പോകാൻ? അതുകൊണ്ട് ഈ ഒരു ധൈര്യ പ്രഖ്യാപനമൊക്കെ ഇപ്പോൾ വൈകാരികമായിട്ട് പുടിൻ വിളിച്ചിരുന്നു. പിന്നെ പുടിൻ ഇവിടെയുള്ള ജിഹാദികളുടെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ, അളിയ മച്ചമ്പി, ഞാൻ ഞമ്മൻ്റെ ഖുറൈനെ ഒന്ന് വിളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് അവിടെയാണ് ഏറ്റവും രസകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മറുവശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭാഗത്ത്, അതിൻ്റെ എതിർഭാഗത്തല്ല, ഇതിൻ്റെ ഈ ജിഹാദികളുടെ വേറൊരു വിഭാഗത്തിൽ ആണ് ഏറ്റവും രസകരമായിട്ടുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ വരെ ഏതെങ്കിലും കാര്യത്തിന്
മലയാളികളോ അല്ലെങ്കിൽ ഭാരതീയരോ, എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ യു എ ഇയെ നമ്മുടെ ഭാരതം വിമർശിക്കാറില്ല. സൗദിയോ ഖത്തറിനെയോ ഏതെങ്കിലും രാജ്യത്തെ വിമർശിച്ചാൽ പോട്ടെ, പ്രധാനമന്ത്രി വേണ്ട, മലയാളികളിൽ ആരെങ്കിലും സൗദിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ അഭിപ്രായം പറഞ്ഞാൽ, ഈ അറബ് രാജ്യങ്ങൾ നമുക്ക് അന്നം തരുന്ന അന്നമ്മ നാടുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിലാപങ്ങൾ കേൾക്കണമായിരുന്നു ഇവരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പലപ്പോഴും ഈ സംഘപരിവാർ അംഗങ്ങളോട് ഇവർ ചോദിച്ചിരുന്നത്, നീ ഗൾഫിൽ നിൻ്റെയൊക്കെ സംഘികൾ എന്തിനാടാ ഗൾഫിൽ പോയി പണിയെടുക്കുന്നത്, അത് മുസ്ലിം രാജ്യങ്ങളിൽ. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കുടുംബങ്ങളിൽ അറബി കല്യാണങ്ങൾ നടന്നിട്ട് അതിന് മെഹറായിട്ട് കിട്ടിയ സ്ഥലത്തിൻ്റെ ഭാഗമാണോ? മെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീധനം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു അല്പം അധികം അശ്ലീലം കലർന്ന ഒരർത്ഥമാണ്. അതുകൊണ്ട് എനിക്കിവിടെ പച്ചയ്ക്ക് പറയുവാൻ സാധിക്കില്ല. ഈ മഹറായി കിട്ടിയ ഭൂമിയാണോ ഈ അറബ് രാജ്യം എന്നുള്ളതാണ് എൻ്റെ ഈ ചോദ്യങ്ങൾ. എന്തിനാണ് സംഘികൾ, ഹിന്ദുക്കൾ അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലികൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേ ജിഹാദികൾ തകർത്താടിയിരുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേൽ ഇറാനെ നിലം തൊടാതെ എടുത്തിട്ടടിക്കുമ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഇറാനൊപ്പം നിൽക്കാതിരിക്കുകയോ ചെയ്യുന്ന സൗദി ആകട്ടെ, UAE ആകട്ടെ, ഖത്തറാകട്ടെ, ബഹ്റിനാകട്ടെ, ഇത്തരം അറബ് രാജ്യങ്ങളെ എല്ലാം ഒരേ സ്വരത്തിൽ ഇതേ ജിഹാദികൾ വിളിക്കുന്ന അസഭ്യം കേട്ടാൽ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. അത്തരത്തിലുള്ള അസഭ്യവർഷമാണ് അവർക്ക് നേരെ നടക്കുന്നത്. അപ്പോൾ സംഘികൾ പിന്നെ സാഡിസ്റ്റുകളായതുകൊണ്ട് അവർ ചോദിക്കും, അപ്പോൾ ഈ അന്നം തരുന്ന നാട് എന്തന്നം തരുന്ന നാട്? അവിടെ പോയി ജോലി എടുത്തിട്ടാണ് അന്നം തരുന്നത്, അല്ലാതെ ആർക്കും ഒരു ഔദാര്യവുമല്ല ചെയ്യുന്നത്. ഇതേ ഉത്തരം തിരിച്ച് സംഘികൾ പണ്ട് പറഞ്ഞിരുന്നപ്പോൾ അവരതിനെ കണ്ട ഭാവം നടിച്ചിരുന്നില്ല. എന്തായാലും ആ സംഘികളുടെ ഉത്തരവ് ഇവരുടെയൊക്കെ മനസ്സിൽ കയറി എന്നറിയുന്നതിൽ സംഘികൾക്ക് ഉണ്ടായിരിക്കുന്ന സന്തോഷമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ കൗതുകകരമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രതികരിക്കുന്നത്? ഇറാൻ്റെ കാര്യം മാത്രം നമുക്കെടുക്കാം. ഇറാനെ അനുകൂലിച്ച്, ഇറാൻ ഷിയ വിഭാഗമാണ്, ലോകത്തുള്ള മറ്റ് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം സുന്നി വിഭാഗമാണ്. ഇവർ തമ്മിൽ ഒരിക്കലും നേർക്കുനേർ വന്നാൽ സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടാകില്ല. പരസ്പരം വെട്ടിക്കൊല്ലുക, ബോംബ് വെച്ച് കൊല്ലുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വാഭാവിക ചര്യ മാത്രമാണ്. അങ്ങനെയുള്ളൊരവസരത്തിൽ കേരളത്തിലുള്ള സുന്നികൾ എന്തിനാണ് ഇറാനിലുള്ള ഷിയകൾക്ക് വേണ്ടി വിലപിക്കുന്നത്? അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാം ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഇത്തരത്തിലുള്ള വിവിധ ജാതികളായി വിഭജിച്ച് കിടക്കുകയാണെങ്കിലും കേരളത്തിൽ നേരിട്ട് ദോഷാനുഭവമൊന്നും ഉണ്ടാകാത്തടത്തോളം കാലം കേരളത്തിലെ ഇത്തരം ജിഹാദികളെ സംബന്ധിച്ച് ഇറാനിലെ ജിഹാദികൾ, അവരും ജിഹാദികൾ തന്നെയാണ്, വേറെ ജാതി ജിഹാദികൾ തന്നെയാണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ജിഹാദികളും ഞമ്മൻ്റെ ആൾക്കാരാണ്. ഈ ഞമ്മൻ്റെ ആൾക്കാരെ ഞമ്മൻ്റെ ആളുകൾ കൊന്നാൽ കുഴപ്പമില്ല. നമ്മുടെ യുക്തിവാദി ശ്രീ രവിചന്ദ്രൻ പറഞ്ഞതുപോലെ ഇവരുടെ പ്രശ്നം ഗാസയിലോ ഇറാനിലോ ഒന്നും ഞമ്മൻ്റെ ആളുകൾ കൊല്ലപ്പെടുന്നതിലല്ല, ഇവരെ കൊല്ലുന്നത് ഞമ്മൻ്റെ ആളുകളല്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. ആലോചിച്ച് നോക്കുമ്പോൾ അത് സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമനിലും സിറിയയിലും ഒക്കെ ഞമ്മൻ്റെ ആളുകൾ പരസ്പരം തല്ലിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ബോംബ് വർഷം നടത്തി കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർ പ്രതികരിക്കാറില്ല. കാരണം ഞമ്മൻ്റെ ആളുകൾ ഞമ്മൻ്റെ കൊന്നാൽ നിങ്ങൾക്കെന്താ സർക്കാരെ എന്ന് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പോളിസിയാണ് ഇവരുടേത്. അല്ലെങ്കിൽ അതാണ് അവരുടെ തത്വശാസ്ത്രം അക്കാര്യത്തിൽ. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇറാനെ നിലം തൊടാതെ എടുത്തിട്ടടിക്കുന്നതും അവിടെ ബോംബുകൾ വർഷിച്ച് നരകത്തീ പടർത്തുന്നതും ജൂതന്മാരാണ്. ജൂതന്മാരെന്ന് പറയുന്നത് ജിഹാദികളുടെ 1-ാം നമ്പർ ശത്രുവാണ്. കാരണം ജൂതവംശം ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടാതെ ലോകം അവസാനിക്കില്ല എന്ന് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ഫ്രം റിവർ ടു ദ സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നൊരു മുദ്രാവാക്യം കേട്ടിട്ടില്ലേ? അതായത് ജോർദാൻ കടലിടുക്ക് വരെ ഉള്ള നദിക്കര മുതൽ യൂഫ്രട്ടസ് കടലെടുക്ക് വരെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഉള്ള സ്ഥലങ്ങളെല്ലാം ജൂതന്മാരിൽ നിന്ന് മുക്തമാക്കി, അല്ലെങ്കിൽ ജൂതമുക്തമാക്കും, ജൂതന്മാരിൽ നിന്ന് മുക്തമാക്കും, അല്ലെങ്കിൽ ഈ ഭൂപ്രദേശമെല്ലാം ജൂതമുക്തമാക്കും, അതായത് ജൂതവംശത്തെ തുടച്ചു നീക്കും എന്നുള്ളൊരു വംശഹത്യ ആഹ്വാനമാണ് അടിസ്ഥാനപരമായിട്ട് ഹമാസിനെ പോലുള്ളവർ ഉയർത്തുന്നത്. ആ വംശഹത്യ ആഹ്വാനം ഹമാസ് കണ്ടുപിടിച്ചൊരു ആഹ്വാനമല്ല, ഇത് ഇവരുടെ മതപരമായൊരു വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജൂതന്മാർ ഞമ്മൻ്റെ ആളുകളെ കൊല്ലുമ്പോൾ ഇത്രയധികം വിലാപങ്ങൾ
സുന്നികളുടെ ഇടയിൽ നിന്ന് പോലും ഷിയകൾക്ക് വേണ്ടിയിട്ട് ഉയരുന്നത്. അപ്പോൾ അന്നം തരുന്ന അന്നമ്മ നാടായാലും ആരായാലും ജൂതൻ്റെ ഒപ്പം നിന്നാൽ ഇവർ അസഭ്യവർഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുവാനായിട്ട് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിന് മനോഹരമായിട്ടുള്ളൊരു പേര് തന്നെ ഇവരുടെ വിമർശകർ കൊടുത്തിട്ടുണ്ട്, തക്കിയ. കാരണം ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞത്, ഇന്നലെ തക്കിയ ഒന്നിറക്കുന്നു, ഇന്ന് തക്കിയ ഒന്നിറക്കുന്നു. തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കള്ളം പറയുവാനുള്ള മതപരമായ അനുവാദം എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അവർ പറയുന്ന അർത്ഥമല്ല, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് മതത്തിൻ്റെ നിലനിൽപ്പ് ഏത് വിധേയനെയും സാധ്യമാക്കുവാൻ വേണ്ടി കള്ളം പറയുവാനുള്ള മതപരമായ അനുവാദം. അത്തരത്തിലുള്ള തക്കിയകളുമായി എന്തായാലും അന്നം തരുന്ന അന്നമ്മ നാടിനെ അസഭ്യവർഷം നടത്തി ഏറിലാക്കി ജിഹാദികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ്. ഒപ്പം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ വേദിയിൽ വത്തക്ക ബാഗും ഒരു 10,000 ബാഗുകളും തോളിൽ തൂക്കി വ്യാജഗാന്ധി കുടുംബവും നിറഞ്ഞാടുകയാണ്. എന്തായാലും ഇതെല്ലാം ഒരു തമാശയായി കണ്ട് രസിച്ച് ഭാരതത്തിലെ ജനം കഷ്ടം, എന്തുകൊണ്ട് ഇത്തരക്കാർ ഭാരതത്തിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്നു സ്വതന്ത്രമായി, ഈ ജനാധിപത്യം എന്ന് പറയുന്നൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു രീതി ഒരു നിമിഷത്തേക്കെങ്കിലും മാറ്റിവെച്ച് ഇതിനെയെല്ലാം ഒന്ന് കൈകാര്യം ചെയ്യുവാനുള്ള ഒരു തീരുമാനം ഭാരത സർക്കാർ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വ്യക്തിപരമായി എന്നെപ്പോലെയുള്ളവരുടെ ഉള്ളിലും ഉയരുന്നു. എന്താവും എന്നുള്ളത്, ഈ തമാശകൾ എവിടം വരെ പോകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ? എന്തായാലും വീണ്ടും കാണാം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.